എഡ്യൂകേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. രാഷ്ട്രപതിയുടെ ADC പദവിയിലെത്തിയ ആദ്യ വനിത യശസ്വി സോളങ്കി. യശസ്വി സോളങ്കിയാണ് രാഷ്ട്രപതിയുടെ ADC പദവിയിലെത്തിയ ആദ്യ വനിത. അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡിന് അർഹനായ മലയാളി സുരേഷ് എറിയാട്ട്. സുരേഷ് എറിയാട്ടാണ് അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡിന് അർഹനായ മലയാളി. ഇന്ത്യയിൽ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമലൈ കടുവ സംരക്ഷണ കേന്ദ്രം. തമിഴ്നാട്ടിലെ ആനമലൈ കടുവ സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ലോകത്തിലാദ്യത്തെ റെയിൻ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻറാം. മേഘാലയയിലെ മൗസിൻറാമിലാണ് ലോകത്തിലാദ്യത്തെ റെയിൻ മ്യൂസിയം നിലവിൽ വരുന്നത്. കേരളത്തിൽ റെയിൽപാതയിൽ കവച് സുരക്ഷാ സംവിധാനം ആദ്യമായി വരുന്നത് എറണാകുളം ഷൊർണൂർ റെയിൽപാതയിൽ. കേരളത്തിൽ എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ് കവച് സുരക്ഷാ സംവിധാനം ആദ്യമായി വരുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BISന്റെ ISO അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ISO അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുമുള്ള വ്യക്തി C. സദാനന്ദൻ മാസ്റ്റർ. C. സദാനന്ദൻ മാസ്റ്ററാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുമുള്ള വ്യക്തി. ഉൽക്കാവർഷം പ്രവചിക്കാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ. ഉൽക്കാവർഷം പ്രവചിക്കാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞനാണ് അശ്വിൻ ശേഖർ. രാജ്യത്താദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് മാവേലിക്കര. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് രാജ്യത്താദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത്. കേരള മീഡിയ അക്കാദമിയുടെ 2024 ഫോട്ടോഗ്രാഫി അവാർഡിന് അർഹനായത് ജിതിൻ ജോയൽ ഹാരിം. ജിതിൻ ജോയൽ ഹാരിമാണ് കേരള മീഡിയ അക്കാദമിയുടെ 2024 ഫോട്ടോഗ്രാഫി അവാർഡിന് അർഹനായത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ സ്കിൻ ബാങ്ക് അഥവാ ചർമ്മ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ആദ്യത്തെ സ്കിൻ ബാങ്ക് അഥവാ ചർമ്മ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇന്ത്യൻ നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റായി പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത സബ് ലെഫ്റ്റനന്റ് ആസ്ത പൂനിയയാണ് ഇന്ത്യൻ നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റായി പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽ പാലം അഞ്ചിഘഡ് പാലമാണ് ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽ പാലം. ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷന്റെ പേര് റെയിൽ വൺ. ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ ആപ്ലിക്കേഷൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽ വിത്തിനങ്ങൾ ജ്യോതി ഉമ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISSലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽ വിത്തിനങ്ങളാണ് ജ്യോതി ഉമ എന്നിവ. കേരളത്തിലെ ആദ്യ കാർബൺ സന്തുലിത വീട്
കാർബൺ ന്യൂട്രാലിറ്റി വീട്. കോഴിക്കോട് വേങ്ങേരിയിലുള്ള മേട. കോഴിക്കോട് വേങ്ങേരിയിലുള്ള മേട എന്ന വീടാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ സന്തുലിത വീട്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ഡോക്ടർ എസ് സോമനാഥ്. ISRO മുൻ ചെയർമാനായിരുന്ന ഡോക്ടർ എസ് സോമനാഥിനാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ അവക്കാഡോ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്പലവയൽ. വയനാട്ടിലെ അമ്പലവയലാണ് കേരളത്തിലെ അവക്കാഡോ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനത്തിനാണ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് നെതർലാൻഡ്സിലെ ഹേഗ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് നെതർലാൻഡ്സിലെ ഹേഗാണ്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖാണ് 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ KSFDCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കെ മധു. സംവിധായകൻ കെ മധുവാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. നിസാർ ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടറായി പ്രവർത്തിച്ച മലയാളി ശാസ്ത്രജ്ഞൻ തോമസ് കുര്യൻ. തോമസ് കുര്യനാണ് നിസാർ ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടറായി പ്രവർത്തിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. കേരളത്തിൽ അയ്യ വൈകുണ്ഠസ്വാമിക്ക് സ്മാരകം ഒരുങ്ങുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൽ തിരുവനന്തപുരത്താണ് അയ്യ വൈകുണ്ഠസ്വാമികൾക്ക് സ്മാരകം ഒരുങ്ങുന്നത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയാണ് ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ച മലയാളി നാവികൻ. ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ മലയാളി ഷോണാൽ കുനിമേൽ. ഷോണാൽ കുനിമേലാണ് ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ മലയാളി. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അമിത് ഷാ. അമിത് ഷായാണ് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി. ധ്രുവ സ്പേസ് എന്ന ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യത്തിന്റെ പേര് ലീപ് 1. ലോഞ്ച് ഫ്രം ഇക്വറ്റോറിയൽ അപ്പെക്സ് പോയിന്റ്. ലീപ് 1 ദൗത്യമാണ് ധ്രുവ സ്പേസ് എന്ന ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രീൻ ബജറ്റ് അഥവാ ക്ലൈമറ്റ് ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രീൻ ബജറ്റ് അഥവാ ക്ലൈമറ്റ് ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 2025 നടന്ന ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ താരം രമേഷ് ബുദിഹാൾ. രമേഷ് ബുദിഹാളാണ് 2025 നടന്ന ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയികളായത് ഇന്ത്യയാണ്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയികളായത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനം. കേരളത്തിലെ ശബരിമല, അതിരപ്പള്ളി, മൂന്നാർ, മലയാറ്റൂർ എന്നിവിടങ്ങളിൽ റോപ്പ് വേകൾ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പർവത് മാല പദ്ധതി. പർവത് മാല പരിയോജന. കേരളത്തിലെ ശബരിമല, അതിരപ്പള്ളി, മൂന്നാർ, മലയാറ്റൂർ എന്നിവിടങ്ങളിൽ റോപ്പ് വേകൾ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് പർവത് മാല പദ്ധതി.
കേരള അഗ്നിശമന സേനയിലെ ആദ്യ വനിതാ ഡ്രൈവർ ജ്യോതിയാണ് കേരള അഗ്നിശമന സേനയിലെ ആദ്യ വനിതാ ഡ്രൈവർ. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം കുമ്പിച്ചൽ കടവ് പാലം. തിരുവനന്തപുരത്തെ കുമ്പിച്ചൽ കടവ് പാലമാണ് സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം. ലോകത്തിലാദ്യത്തെ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ പവനചിത്രയാണ് ലോകത്തിലാദ്യത്തെ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ. ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യത്തിൻ്റെ പേര് പൊലാരിസ് ഡോൺ മിഷൻ. ലോകത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യത്തിൻ്റെ പേരാണ് പൊളാരിസ് ഡോൺ മിഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ നദീബന്ധന പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കപ്പെടുന്ന നദികൾ ഏതാണ്? കെൻ ബേത്വ ലിങ്ക് പ്രോജക്റ്റ് KBLP പദ്ധതിയിലൂടെ കെൻ ബേത്വ എന്ന നദികളാണ് ഇന്ത്യയിലെ ആദ്യത്തെ നദീബന്ധന പദ്ധതിയിലൂടെ ബന്ധിക്കപ്പെടുന്ന നദികൾ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി കെ ജയകുമാറാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി. കൃതി പിങ്കള കേശിനി. 2025 പത്മശ്രീ ലഭിച്ച കേരളത്തിൽ നിന്നുമുള്ള കർണാടക സംഗീതജ്ഞ കെ ഓമനക്കുട്ടിയമ്മയാണ് 2025 പത്മശ്രീ ലഭിച്ച കേരളത്തിൽ നിന്നുമുള്ള കർണാടക സംഗീതജ്ഞ. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത മലയാള എഴുത്തുകാരൻ MT വാസുദേവൻ നായരാണ് 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത മലയാള എഴുത്തുകാരൻ. 59ാമത് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയാണ് 2024 59ാമത് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ ഹിന്ദി എഴുത്തുകാരൻ. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2025 ലഭിച്ചത് മോഹൻലാലിനാണ്. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2025 ലഭിച്ചത്. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2024 ICC പുരുഷ T20 ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ് 2024 ICC പുരുഷ T20 ലോകകപ്പ് നേടിയത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി ജി ഹരികൃഷ്ണനാണ് ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത് CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.